വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ S7 സെമിനാറിൽ എങ്ങനെ എസ് ഗ്രേഡ് സ്കോർ ചെയ്തു എന്നാണ് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ടോപ്പർ മോട്ടിവേഷൻ വീഡിയോ അല്ല. ഞാൻ ഫോളോ ചെയ്ത അപ്രോച്ച്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത രീതി, അതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. സെമിനാർ ഇപ്പോൾ ചെയ്യുന്നവരും നെക്സ്റ്റ് ഇയർ ചെയ്യാനുള്ളവരും വീഡിയോ കംപ്ലീറ്റ് ആയി കാണാൻ ട്രൈ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൂഫ് കാണിക്കാം. എനിക്ക് സെമിനാറിൽ എസ് ഗ്രേഡ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെമിനാറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കണം. ഗൈഡ് ഇവാലുവേഷൻ 20 മാർക്സ് ആണ്. സെമിനാർ ഡയറിയും അറ്റൻഡൻസും കൂടെ 20 മാർക്സ്. റിപ്പോർട്ടിന് 20 മാർക്സ്. പ്രസൻറ്റേഷന് 40 മാർക്സ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. പ്രസൻറ്റേഷൻ മാത്രം ടോട്ടൽ മാർക്കിൻ്റെ 14% ആണ്. അതുകൊണ്ട് PPT ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്. പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും കോൺഫിഡൻസും ഇൻട്രാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതാണ്. സെമിനാറിൽ ടോപ്പിക് മാത്രം നോക്കി മാർക്ക് തരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രസൻറ്റേഷൻ സ്കിൽസ്, കോൺഫിഡൻസ്, ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന രീതി, ഇവയെല്ലാം നോക്കും. അതുകൊണ്ട് ടോപ്പിക് സ്ട്രോങ് ആയാലും പ്രസൻറ്റേഷൻ വീക്ക് ആണെങ്കിൽ മാർക്സ് കുറയാൻ ചാൻസ് ഉണ്ട്. ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക് എടുക്കുക. റിസർച്ച് പേപ്പേഴ്സ് അവൈലബിൾ ആവണം. റെഫറൻസസ് ഈസിയായി കിട്ടണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വൈവയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആവണം. ഞാൻ സെമിനാർ പ്രസൻറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്ത പേപ്പർ ഒരു പ്രാവശ്യം വായിച്ചു നിർത്തിയില്ല. മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചു. അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, റിസൾട്ട്സ്, കൺക്ലൂഷൻ എല്ലാം സെപ്പറേറ്റ് ആയി മനസ്സിലാക്കി. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്തു. അതാണ് വൈവ പ്രിപ്പറേഷനിൽ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തത്. ഒരു പേപ്പർ വായിക്കുമ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. റിസർച്ച് പ്രോബ്ലം എന്താണ്, അത് എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രപ്പോസ്ഡ് സൊല്യൂഷൻ എന്താണ്, ഫൈനൽ റിസൾട്ട് എന്താണ്, ഇത് ക്ലിയർ ആണെങ്കിൽ പ്രസൻറ്റേഷൻ ഈസി ആകും. സ്ലൈഡ്സിൽ പാരഗ്രാഫായിട്ട് വെക്കരുത്. ടീച്ചേഴ്സ് നമ്മൾ PPT നോക്കി വായിക്കുന്നത് കാണാനല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ PPTയിൽ ലോങ് പാരഗ്രാഫ് വെച്ചിട്ട് അത് നോക്കി വായിക്കാൻ പാടില്ല. നിങ്ങളെ നിങ്ങളുടെ സെമിനാർ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് മാത്രമായിരിക്കണം PPT. അതുകൊണ്ട് തന്നെ ഷോർട്ട് പോയിൻറ്റ്സ്, അതേപോലെ തന്നെ ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രസൻറ്റേഷൻ ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയൻസ് കൺഫ്യൂഷൻ ആകരുത്. ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ സ്മൂത്ത് ഫ്ലോ ഉണ്ടാവണം. ഒരു സ്റ്റോറി പോലെ പ്രസൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഞാൻ പ്രസൻറ്റേഷൻ സെമിനാർ ഡേയിൽ ഫസ്റ്റ് ടൈം പറഞ്ഞു നോക്കിയതല്ല. അതിനു മുന്നേ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിററിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ മുന്നിലും പ്രാക്ടീസ് ചെയ്തു. അത് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചു. പ്രസൻറ്റേഷൻ വളരെ വേഗത്തിലും അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടും പറയാൻ പാടില്ല. കറക്റ്റ് ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യണം. 20 മിനിറ്റ്സ് ആണ് ഒരു കുട്ടിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം. ടൈം ലിമിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞത്. പിന്നെ കുറേ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് മലയാളത്തിലാണോ എന്ന്. അല്ല, നമ്മൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ വേണം പ്രസൻറ്റ് ചെയ്യാൻ. ഈ 20 മിനിറ്റ്സിൽ നമ്മൾ മലയാളത്തിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഫുൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ മാത്രമാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് വൈവ. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാർക്സ് കുറയും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ടോപ്പിക്കിനെ കുറിച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. ടെക്നിക്കൽ ടേംസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് കേട്ടാൽ ടെൻഷൻ ആകരുത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി കേട്ടിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും ഒരു റഫ് ഗെസ് കൊടുക്കുക. ഇനി കാമായിട്ട് വേണം റെസ്പോണ്ട് ചെയ്യാൻ. ടെൻഷൻ അടിച്ച് മാർക്സ് കളയരുത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം.
നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ അവരോട് ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഓൾറെഡി അറിയാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ പറയുന്നത് കോർഡിനേറ്റേഴ്സ് ശ്രദ്ധിക്കും. അതും നിങ്ങൾക്ക് മാർക്സ് കിട്ടാനുള്ള ചാൻസ് കൂട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് ചോദിക്കാതിരിക്കില്ല. ആദ്യം നിങ്ങളുടെ ഓഡിയൻസിലോട്ടാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ടീച്ചേഴ്സിലോട്ട് വരുന്നത്. റിപ്പോർട്ടിന് 20 മാർക്സ് ഉണ്ട്. അതുകൊണ്ട് റിപ്പോർട്ട് ലാസ്റ്റ് മിനിറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഫോർമാറ്റിംഗ് കറക്റ്റ് ആയിരിക്കണം. റെഫറൻസസ് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം. ഞാനിവിടെ ഒരു സജഷൻ തരുവാണെങ്കിൽ, നിങ്ങൾ ഓവർ ലീഫിലാണ് നിങ്ങൾ റിപ്പോർട്ടും പ്രസൻറ്റേഷൻ്റെ PPTയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾ ഓരോ തവണ നിങ്ങളുടെ ഗൈഡിനെ കൊണ്ടേ കാണിക്കുമ്പോൾ അവർ കറക്ഷൻസ് തരും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ തവണ എഡിറ്റ് ചെയ്യാനും മാറ്റം വരുത്താനും എളുപ്പം ഓവർ ലീഫാണ്. അതുമാത്രമല്ല, നിങ്ങൾ പ്രസൻറ്റേഷൻ PPT തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സെമിനാർ ഡയറി ഇഗ്നോർ ചെയ്യരുത്. വീക്ക്ലി പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യുക. ഗൈഡിനെ റെഗുലർലി മീറ്റ് ചെയ്യുക. ഇത് കോർഡിനേറ്റർ മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പല സ്റ്റുഡൻസും ചെയ്യുന്ന മിസ്റ്റേക്കാണിത്. സ്ലൈഡ്സ് വെറുതെ വായിച്ചു വിടുക, പ്രാക്ടീസ് ചെയ്യാതിരിക്കുക, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുക, വൈവ ഇഗ്നോർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആകും. എനിക്ക് പേഴ്സണലി എസ് ഗ്രേഡ് കിട്ടാൻ സഹായിച്ചത് ഈ ഫാക്ടേഴ്സാണ്. ടോപ്പിക് നന്നായി മനസ്സിലാക്കി, പ്രസൻറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു, വൈവ പ്രിപ്പയർ ചെയ്തു, റിപ്പോർട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. എൻ്റെ ടോപ്പ് 5 ടിപ്സ് ഇതാണ്. പേപ്പർ മനസ്സിലാക്കുക, ബൈ ഹാർട്ട് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യുക, വൈവ പ്രിപ്പയർ ചെയ്യുക, KTO ഫോർമാറ്റ് ഫോളോ ചെയ്യുക. സെമിനാർ ആക്ച്വലി സ്കോർ ചെയ്യാൻ റിലേറ്റീവ്ലി ഈസി ആയ സബ്ജക്റ്റാണ്. 2 ക്രെഡിറ്റാണ് സെമിനാറിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ SGPAനെ ബാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ഗ്രേഡിലോട്ട് സെമിനാറിന് എത്താൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ സബ്ജക്റ്റിന് പാസ്സാവും. കാരണം നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് തന്നെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു ഗ്രേഡിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ നല്ലോണം പ്രസൻറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം. അത്രയുള്ളൂ. താങ്ക് യു ഓൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സെമിനാറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സെമിനാർ.